കുറച്ച് ആണുങ്ങൾ അതിനെ വിളിച്ചിരുന്ന പേര് സ്പെഷ്യൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് എന്നാണ്. ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഓപ്പൺലി അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കാൻ മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു. എന്നെ ചെയ്യിക്കില്ല എന്ന് ഷാജിയൻ കരുണിനെ പോലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള പറയുകയാണ്. അത് എന്നോട് മാത്രമല്ല, പ്രഗത്ഭരായിട്ടുള്ള മറ്റ് പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്. ഇന്ദുവിനെ ഇവിടെ ഒരു സിനിമ ചെയ്യാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. സിനിമയിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരുടെ ക്രെഡിറ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ജഗദീഷ് സാറിനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പം ആ കഥാപാത്രത്തിന്റെ സഫക്കേഷൻ എനിക്കത് കൃത്യതയോടെ കാണിക്കണം. അന്നത്തെ രോഗമാണെന്ന് അറിയില്ലായിരുന്നു ഡോക്ടർ. ഞാനതൊരു സ്ത്രീപക്ഷ സിനിമയായിട്ട് കണ്ടിട്ടില്ല. നിളയാണെങ്കിലും നിളയിൽ ഇപ്പോൾ ശാന്തികൃഷ്ണയുടെ റോള് ഏതൊരു മെയിൽ ആക്ടർ ചെയ്താലും അവിടെ ആ കഥ മാറുന്നില്ല, അവിടെ ഇമോഷൻ ഒട്ടും മാറുന്നില്ല. ഒരു 2 to 3 years ബാക്കാണ് ഏറ്റവും കൂടുതൽ ആർത്തവത്തെക്കുറിച്ച് അത് ഇംപ്യൂർ ആണ് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും വളരെ പുരോഗമനം ആയിട്ടുള്ള ആൾക്കാർ പോലും പറഞ്ഞ ഒരു കാര്യമാണ് ഇംപ്യൂർ ആണ് എന്നുള്ളത്. ഇത് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഇത് ആർത്തവം ഹിന്ദു റിലിജനിൽ ഇത് പറയുമ്പോഴും എവിടെയാണ് ഇത് റെഫർ ചെയ്തിട്ടുള്ളത്? ഒരിടത്തും ഇങ്ങനെ ഇംപ്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഇത് പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. ഇക്കഴിഞ്ഞ IFFKയിൽ നവാഗത സംവിധായകയ്ക്കുള്ള അവാർഡ് നേടിയ ഇന്ദുവാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹൈന്ദു. അങ്ങനെ അപ്പുറം കടന്നു, അവാർഡിൻ്റെ അപ്പുറം കടന്നു. പക്ഷേ അപ്പുറം എന്ന് പറയുന്ന സിനിമ ശരിക്കും നമ്മളവിടെ നിർത്തിക്കുന്നതേ ഉള്ളൂ. പലതും ഇനി കടക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ചിലയിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സിനിമ ഉടനീളം സംസാരിച്ച വിഷയം എനിക്കിഷ്ടപ്പെട്ടു. എന്താ അപ്പുറം എന്ന പേരായിടാൻ കാരണം? അപ്പുറം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന്, വ്യക്തികളുടെ ഒരു അപ്പുറം ഉണ്ടല്ലോ, ദി അതർ സൈഡ് ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒരു വശത്തിനപ്പുറം നമുക്ക് കാണാപ്പുറമുണ്ട്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ അതർ സൈഡുണ്ട്. അപ്പോൾ അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്താലും അവരുടെ ഒബ്വിയസ് ആയിട്ടുള്ള സൈഡ് അല്ലാതെ മറ്റൊരു വശമുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് ഹാഫിലുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ദർ ഇസ് എൻ അതർ സൈഡ് ടു എവ്രി വൺ. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പറയുന്ന ഒരു ലൈഫ് ആൻഡ് ഡെത്ത് എന്നുള്ളതിൻ്റെ ദി അതർ സൈഡ് എന്നുള്ളത്, ലൈഫും അതിന് മറുവശത്തുള്ള അപ്പുറം എന്നുള്ളത്. ഞാൻ വിചാരിച്ചത് ആ അപ്പുറം ആണെന്നാണ്. കാരണം ആ ചിത്രയുടെ ക്യാരക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ എത്തിച്ചേരണമെന്നാണ്. അവിടെ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പല സങ്കല്പങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയുള്ള യാത്രയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സൗന്ദര്യാത്മകതയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അവിടെ നല്ല മഞ്ഞാണ്, ഒഴുകുന്ന പുഴകൾ ഉണ്ടാവാം. ബാലിശമായിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്കെപ്പം തോന്നാറുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടാണ് അവർ പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്കും മനസ്സിലാവുന്നുണ്ട് ആ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് എത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അവരങ്ങനെ എത്തണം. പക്ഷെ സൂയിസൈഡാണ് അവർ ചെയ്യാൻ പോകുന്നത്. അതിനെ എതിർക്കുന്ന നമ്മൾ പോലും ആ അവരുടെ സാഹിത്യം കേട്ടിട്ട് അവർ കാണുന്ന ഒരു വാഗ്ദത്ത ദേശമുണ്ടല്ലോ, നമ്മൾ മറ്റൊരു തരത്തിൽ കമ്മ്യൂണിസോ കണ്ടിരുന്നത് പോലെ ഒരു അപ്പുറം എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കണ്ടായിരുന്നു. ആ എഴുത്തിൽ അങ്ങനെ തന്നെ കൊണ്ടുവരുന്നത് ഇത് തന്നെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? അതെ, എന്ന് വെച്ചാൽ ഡെത്തിനെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഇത് MA സൈക്കോളജിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 6 monthsോളം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വളരെ സീനിയറായിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റിനും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വേരിയേഷൻസ് ലൈക്ക് അവരുടെ കൺവിക്ഷൻസ് പല നമ്മുടെ അവസ്ഥകളുടെയും ആ വ്യക്തിയുടെ കൺവിക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഡെത്ത് എന്ന് പറയുന്നത് അതിനൊരു ഭയപ്പെടുന്നൊരു അവസ്ഥയല്ല. ഡെത്ത് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അത് എത്തേണ്ട ഇവിടെയാണ് അവർക്ക് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം മറുവശം ദി അതർ സൈഡ് എന്ന് പറയുന്നത് അവർക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എത്തിപ്പെടേണ്ട ഒരു റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രിമിസസ് ആണ്, അവിടേക്ക് എത്തണം. അപ്പോൾ എനിക്കത് ജസ്റ്റിഫയബിൾ ആയിട്ട് തോന്നി. ആ ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ അവർക്കതാണ് ഭംഗി, അവർക്കതാണ് സൗന്ദര്യം. അപ്പോൾ അതിലേക്ക് ലയിച്ച് ചേരുക എന്നുള്ള അവരുടെ ഒരു കൺവിക്ഷനാണ്. അപ്പോൾ അങ്ങനെയാണ് ആ എഴുത്തിലും അത് ബോധപൂർവമായിട്ട് കൊണ്ടുവന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ദുവിൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധമുണ്ട്, ആത്മാംശമുണ്ട് അതിനകത്ത്. ആ വീട് കാണുന്ന സമയത്ത് ഈ തനിയാവർത്തനത്തിൽ ഞാൻ കണ്ടൊരു വീടുണ്ട്. ആ വീട് ഈ തറവാട് വീടുകളൊക്കെ പണ്ട് ഇത്തരത്തിലുള്ളൊരു സഫോക്കേഷൻ ഉണ്ടാക്കുന്നത് ഇന്ന് കാണുമ്പോൾ എനിക്ക് ചിലർക്കൊക്കെ അതിനകത്ത് കാൽപ്പനികതയും സൗന്ദര്യവും കാണാൻ പറ്റും. പക്ഷേ എനിക്കത് കാണാൻ പറ്റില്ല. അപ്പം തനിയാവർത്തനത്തിൽ ആ വീടിൻ്റെ ഉൾവശം കാണിക്കുമ്പോഴൊക്കെ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അതേപോലെയാണ് ഇന്ദുവിൻ്റെ ഈ വീട് കാണിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇന്ദു എന്താ കഥ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. പിന്നെ അതിൻ്റെ സൈഡ് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതും എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതെന്നും മാത്രമായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. കാരണം എനിക്ക്
പെട്ടെന്ന് ഉള്ളിലേക്ക് എത്താൻ പറ്റി. പിന്നെ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. വീട് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് സംഭവം പിടികിട്ടി തുടങ്ങി. കാരണം ഈ വീട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, മനസ്സിലായോ? ആ വീട്ടിൽ പലരും സൗന്ദര്യം കാണുന്നുണ്ടാവും, പക്ഷെ എനിക്ക് സൗന്ദര്യം കാണാൻ പറ്റിയിട്ടില്ല. ആ വീട്ടിൻ്റെ പല ഏരിയയിലും വെളിച്ചം പോവാത്ത ഇടങ്ങൾ, അതിൻ്റെ അകത്തുള്ള ഇരുട്ടുകളൊക്കെ നമ്മളെ അവിടെ ജീവിച്ചു പോയ വ്യക്തികളെയൊക്കെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും എന്ന് ഇന്ദു പറയാൻ ശ്രമിക്കുമ്പോൾ കാണിച്ചിട്ടുള്ള ആംഗിൾസ്, പിന്നെ ആ മുകളിൽ ആ കുട്ടി ഇരിക്കുന്നില്ലേ, ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, അനഘ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല സാഹചര്യത്തിലും നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതൊക്കെ അയാൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ആ പുരുഷാരത്തിൻ്റെ വർത്താനമില്ലേ, അവരുടെയൊക്കെ വർത്തമാനത്തിൻ്റെ മോഡുലേഷൻസ്, പലയിടങ്ങളിലായിട്ട് അവർ ആ മോഡുലേഷൻ കൊണ്ട് എങ്ങനെയാണ് ഒതുക്കി നിർത്തുന്നത് സ്ത്രീയെ എന്നുള്ളത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുരുഷന്മാരെയൊക്കെ ചിത്രീകരിക്കുമ്പോൾ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ടാവാം, ചിലരെയൊക്കെ ഇമാജിൻ ചെയ്തതായിരിക്കാം. ഇമാജിനേഷൻ ആണോ കൂടുതൽ? ഇല്ല, ഇതിൽ ഏറെക്കുറെ എല്ലാവരും റിയൽ ആയിട്ടുള്ളവർ തന്നെയാണ്. പിന്നെ 1:1 ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം 1:1 അല്ല. ഇപ്പം ഇതിനകത്ത് സോമൻ എന്ന് പറഞ്ഞ് പ്രദീപേട്ടൻ ചെയ്ത ക്യാരക്ടർ റിയൽ തന്നെയാണ്. അത് എനിക്ക് വളരെ പരിചയമുള്ളൊരു ആൾ തന്നെയാണ്. നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ ആ ചേട്ടൻ ചെയ്ത കഥാപാത്രം അതും റിയലാണ്. ആ അമ്മൂമ്മയുടെ ക്യാരക്ടർ റിയലാണ്. ബാക്കിയുള്ളവരെല്ലാം കൈൻഡ് ഓഫ് മിക്സ് ആണ്, കൈൻഡ് ഓഫ് ചില ആൾക്കാരുടെ കോമ്പിനേഷൻസ് ആണ് ബാക്കിയുള്ള പല കഥാപാത്രങ്ങൾ. അപ്പോൾ അത് 1:1 അല്ല, പക്ഷേ അതിനകത്ത് പലരുടെയും ഫ്ലേവർ ഉണ്ട് ആ ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ. അവരെ ആരെയും ഒരു ഗ്രേ ഷെയ്ഡിലും അല്ല നിർത്തുന്നത്. കാരണം അവരെല്ലാം അവരുടെ പെർസ്പെക്റ്റീവ്സിൽ അവർ ശരി തന്നെയാണ്. അവരുടെ ആ ലോകത്ത് അവർ പറയുന്നതും അവരുടെ വിശ്വാസങ്ങളും അവർ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ. അപ്പോൾ അതവരെ ഞാൻ ഗ്രേ ഷെയ്ഡിലും അല്ല നിർത്തുന്നത്. കാരണം ആ ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട്, അവരുടെ ഒരു വേദന പറയുന്നുണ്ട്. അപ്പോൾ ഷീ ഹാസ് ദറ്റ് എന്ന് വെച്ചാൽ അവർക്കും ഒരു വേദനയുണ്ട്. ആ വേദനയ്ക്കപ്പുറം അവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഇതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരാളിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ മകളെ മിസ് ചെയ്യുമ്പം പോലും എന്ത് നല്ല ചിരിയായിരുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുമ്പോഴും ബാക്കി അവരുടെ ഒരു ബിലീഫ് സിസ്റ്റവും അതുമൊക്കെ കറക്റ്റായിട്ട് അവരുടെ ഉള്ളിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ്. ഈ ജഗദീഷ് ചേട്ടൻ്റെ കഥാപാത്രത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ബലം ഈ ഈഗോയിസ്റ്റിക് അല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഈ എതിർക്കേണ്ട ചില സംഗതികളിലും ഒരു തരത്തിലും എതിർക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് പുള്ളിക്കുള്ളതെന്നാണ് ഇന്ദു വരച്ചിടാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കോലാഹലങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിലായി അയാൾക്ക് എതിർക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ദു അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇയാൾ പ്രതികരിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇയാളെ കായികമായി നേരിടുന്നതൊക്കെ എനിക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ നാക്കുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് എങ്ങനെയാണ് ആ മാനസികാവസ്ഥ മനസ്സിലാക്കേണ്ടത്? മരണം നടന്ന വീടാണ്, പക്ഷേ എനിക്ക് കുറച്ച് ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ശ്വാസം മുട്ടൽ ഒരുപക്ഷെ ഇന്ദു ക്രിയേറ്റ് ചെയ്തതായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണോ? അതെ, കാരണം ഇപ്പം ജഗദീഷ് സാറിനെ പോലെ ഒരു ആളിനെ നമ്മൾ സിനിമ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പം തന്നെ എനിക്ക് ബോധപൂർവമായിട്ട് അവിടെ എനിക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിൻ്റെ സഫക്കേഷൻ എനിക്കത് കൃത്യതയോടെ കാണിക്കണം. കാരണം അവിടെ എനിക്ക് വേറൊരാളെ എനിക്ക് കൊണ്ടുവന്നിട്ട് അവിടെ എനിക്ക് ആ ഇമോഷൻ എനിക്ക് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വേണുവിൻ്റെ ആ വീർപ്പുമുട്ടൽ എനിക്ക് കൃത്യതയിൽ കിട്ടണം. അപ്പം ഞാൻ സാറിനോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഈ ആ സട്ടിലിറ്റിയിലാണ് എനിക്കിതിനകത്ത് വേണുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു കംപ്ലീഷൻ ഉള്ളത്. എന്ന് വെച്ചാൽ അത് പല പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു സഫക്കേഷനാണ്. കാരണം സ്ത്രീകളെപ്പോലെ ഒരു പക്ഷേ ഉറക്കെ കരയാനോ റീച്ച് ഔട്ട് ചെയ്യാനോ ചിലപ്പോൾ ഒരു പക്ഷേ പുരുഷന്മാർക്ക് പറ്റില്ലായിരിക്കാം. അവരുടെ ഉള്ളിലുള്ളൊരു വിങ്ങലുണ്ട്. ആ വിങ്ങലിൻ്റെ ഒരു കൃത്യത എനിക്ക് വേണമായിരുന്നു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ എതിർത്ത് മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ അല്ല. ഹീസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ്. ഒരു അധ്യാപകനാണ്, ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരിക്കലും ഒരു സിസ്റ്റത്തിനെ ഒരു പെട്ടെന്ന് ചോദ്യം ചെയ്യാനോ അതിനെ ടോപ്പിൾ ചെയ്യാനായിട്ടോ പറ്റില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം അയാൾ ലൈഫിൽ അപ്പോൾ കാണുന്ന ഒരു ലോസ് ഉണ്ട്. അതിൻ്റെ ഗ്രീഫിൻ്റെ ഒരു കൺഫ്യൂഷനും ഉണ്ട്. ഗ്രീഫ് വേഴ്സസ് ഈ ഒരു റിയാലിറ്റിയിൽ അയാൾ തികച്ചും അശക്തനായിരിക്കും. അയാൾക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ വെർബലിയും നമുക്ക് എതിർക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ആ നിശബ്ദമായി തന്നെ ഇരിക്കും. കാരണം നമുക്ക് എഗെയിൻസ്റ്റ് വരുന്ന ഒരു ബിഗർ സിസ്റ്റം അത് മറ്റൊരവസരത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ ആ ഗ്രീഫ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ വെർബലി അയാൾ എതിർത്തേനെ.
അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അയാൾ റിയാക്ട് ചെയ്തേനെ. പക്ഷെ അവിടെ ആ ഗ്രീഫാണ്, അയാളുടെ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ അയാൾക്ക് അത്രേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ആ വീർപ്പുമുട്ടൽ ബോധപൂർവം ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ആർത്തവത്തെ കാണിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റീവ് സിനിമകളിൽ കാണിക്കുന്ന ഈ ഒലിച്ചിറങ്ങുന്ന ബ്ലഡ് ഈ സിംബോളിക്കായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നതിനോട് എന്തോ ഒരു എതിർപ്പ് എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുപോയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അത് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൂടെ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ അയാൾ അവസാനം കൊണ്ടുവന്നിട്ട് ഈ തീയിലിടുക എന്ന് പറയുന്ന ഒരു സംഭവം, ആ ബ്ലഡ് ആർത്തവരക്തം കൊണ്ടുവന്ന് തീയിലിടുക, ഇത് ഭയങ്കര സിംബോളിസമാണ്. ഇത് നമ്മളൊരു കാലഘട്ടത്തിൽ ക്രിയേറ്റീവ് സിനിമകൾ അല്ലെങ്കിൽ ആർട്ട് സിനിമകളെന്ന് വിചാരിച്ചിരുന്ന സമാന്തര സിനിമകൾ ഉപയോഗിച്ചിരുന്ന സംഗതികളാണ്. ആ സങ്കേതങ്ങളെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ത് ഉപയോഗിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അത് മറ്റേതെങ്കിലും തരത്തിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. ഇപ്പുറത്ത് നിന്ന് പറയുമ്പോൾ നമ്മളിത് പറയുമെങ്കിലും ഹിന്ദു എന്താണ് നേരിട്ടതെന്നും പ്രത്യേകിച്ച് ഈ സിനിമകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ചുരുങ്ങിയ ഷെഡ്യൂളിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കലയെ സമീപിക്കുന്നതിന് വേറെ തരത്തിലുള്ള അതുകൊണ്ട് നമിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ ഹിന്ദുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും. അപ്പോൾ അതങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നോ എന്ന അഭിപ്രായം ആരെങ്കിലുമൊക്കെ പറഞ്ഞോ ഈ ആർത്തവത്തെയൊക്കെ ചിത്രീകരിക്കും? ഇല്ല, എന്ന് വെച്ചാൽ മെൻസ്ട്രേഷൻ ഡെഫിനറ്റ്ലി അതൊരു പാർട്ട് മാത്രമാണ് സിനിമയുടെ ഒരു മെയിൻ നറേറ്റീവിൽ. ഈ മെൻസ്ട്രേഷൻ അല്ല ഇതിൻ്റെ ഒരു മെയിൻ തീം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മെൻസ്ട്രേഷനിൽ ഈ ഒഴുകി വരുന്ന രക്തം എന്നൊക്കെ പറയുന്നത് ആസ് എ വുമൺ നമ്മളെല്ലാ മാസവും കാണുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്തൊരു എക്സാജറേഷൻ ഇല്ല. കാരണം ദിസ് ഇസ് സംതിങ് വിച്ച് ഈ പറഞ്ഞ ചിത്രം ഇല്ലെങ്കിൽ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫെമിലിയർ കൂടിയാണ്. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹർ ലൈഫ്, ഒരു മേജർ പോർഷൻ ഓഫ് ഹർ ലൈഫിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിലെനിക്ക് ആ ഇമേജിൽ എനിക്ക് ഗിമിക്സ് കാണിക്കാൻ തോന്നിയില്ല ശരിക്കും. അവിടെ എനിക്ക് സത്യസന്ധമായിട്ട് വാട്ട് എവർ വി ഹാവ് സീൻ, വാട്ട് എവർ വി ഹാവ് എക്സ്പീരിയൻസ്ഡ്, അത് അങ്ങനെ ചെയ്യാനാണ്. അത് ഈവൻ അതൊരു ആർട്ടിസ്റ്റിക് എന്നുള്ള രീതിയിലും അല്ല, അതിനെനിക്ക് ഒരു ട്രൂത്ത്ഫുൾനെസ് ആണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു ഒഴുകി വരുന്നതിൽ. കാരണം അത് ദാറ്റ്സ് എ റിയാലിറ്റി. അത് സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ ഓഫ് മെൻസ്ട്രേഷൻ ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അത് എല്ലാ സ്ത്രീകൾക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇമേജ് അങ്ങനെ തന്നെ ചെയ്തതാണ്. പിന്നെ ഈ തീയിലേക്ക് ഇടുക എന്ന് പറയുന്നത് അതും ഞാൻ ഞാൻ ബോൾഡാക്കി ചെയ്തിട്ടില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ക്ലോസ് എടുക്കായിരുന്നു. അത്തരത്തിലൊന്നുമില്ല. എനിക്ക് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ആ ഒരു റിച്വലിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ആൻഡ് ഞാൻ എൻ്റെ ഒരു വായനകളിലും ഞാൻ എൻ്റെ മതപരമായിട്ടുള്ള വിശ്വാസത്തിലാണെങ്കിലും ഇത് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറയുമ്പോഴും ഒരു 2 to 3 years ബാക്കാണ് ഏറ്റവും കൂടുതലും ആർത്തവത്തെക്കുറിച്ച് അത് ഇംപ്യൂർ ആണ് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും വളരെ പുരോഗമനം ആയിട്ടുള്ള ആൾക്കാർ പോലും പറഞ്ഞ ഒരു കാര്യമാണ് ഇംപ്യൂർ ആണ് എന്നുള്ളത്. പക്ഷെ അത്തരത്തിലുള്ളൊരു കാര്യം ആസ് എ ഹിന്ദു, ഞാൻ ജനിച്ചത് ഹിന്ദു ആയിട്ടാണ്. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ കോൺഷ്യസ്ലി എനിക്കതിനെ അറിയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വായനകളിലും എൻ്റെ എഡ്യൂക്കേഷനിലും ഞാൻ മനസ്സിലാക്കിയത് ഇത് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഇത് ആർത്തവം ഹിന്ദു റിലിജനിൽ ഇത് പറയുമ്പോഴും എവിടെയാണ് ഇത് റെഫർ ചെയ്തിട്ടുള്ളത്? ഒരിടത്തും ഇങ്ങനെ ഇംപ്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഇത് പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. ഇത് ഒരു കൺവീനിയൻസ് ആണ്, സ്ത്രീകളെ ഒരു മുറിക്കകത്ത് അടച്ചിരുത്താനായിട്ടുള്ളൊരു കൺവീനിയൻസ് ആണ് ഇംപ്യൂർ എന്നുള്ളത്. ഈ രക്തത്തിൽ എങ്ങനെയാണ് ഒരു ഇംപ്യൂരിറ്റി കാണാൻ പറ്റുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി പറ്റുന്നില്ല. അപ്പം അതൊരിക്കലും ഇംപ്യൂറായിട്ടോ അൺഹോളി ആയിട്ടോ ഒന്നും ഞാൻ വ്യക്തിപരമായി കാണുന്നില്ല. അതിലെനിക്ക് അത്തരം ചിന്തകളിലേക്ക് എനിക്കൊരു റെഫറൻസ് എനിക്ക് ഇല്ല ഇതുവരെ. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. ആ റിച്വൽ ഡിസ്റപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു ക്ലോസ് എടുത്തിട്ടില്ല, അവിടെ ഒരു ഹൈ മ്യൂസിക് കൊടുത്തിട്ടില്ല ഈ ഇടുന്നിടത്ത്. ഇറ്റ് വാസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഷീ ഡിഡ് ഇറ്റ്, അത്രയേ ഉള്ളൂ. എനിക്കത് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാൻ തോന്നിയില്ല. അത് ആ ഒഴുക്കിനൊത്ത് പോകുന്ന ഒരു പ്രോസസ്സായിട്ട് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെയായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. അതൊരിക്കലും സമയപരിമിതി കൊണ്ട് ഒരിക്കലും ഞാൻ അതിൻ്റെ ഷോട്ടിൻ്റെ ഇത് മാറ്റിയിട്ടുമില്ല, കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം അത് അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. എഴുതുന്ന സമയത്തും ഇത് തന്നെയാണ് വിചാരിച്ചത്, എക്സിക്യൂട്ട് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഈ നിളയെ കൂടെ ചേർത്ത് വെച്ച് വേണം നമ്മൾ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിളയിലേക്ക് എത്തുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് സ്ത്രീയെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് മറികടക്കേണ്ടത്. ഇപ്പോൾ സ്നേഹത്തെ എങ്ങനെയാണ് പുരുഷൻ സമർത്ഥമായി ഉപയോഗിക്കുന്നത്, നിന്നെ ആക്രമിക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമല്ല എന്ന് മനസ്സിലാക്കൂ എന്നൊരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട്.
അല്ലാതെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളൊരു അടിസ്ഥാനമാണ് ആ കഥയ്ക്കുള്ളത്. അപ്പോൾ ആ ചെറിയ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിങ്ങനെയല്ല വേണ്ടത്, ഇത് ഇങ്ങനെ ചെയ്യുന്നത് സ്നേഹമല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന പെൺകുട്ടികളല്ലേ ഉള്ളത്. അവൾക്ക് പ്രായം കുറവായിരുന്നു, 18-19 വയസ്സായിരുന്നു. എനിക്ക് ആക്ച്വലി നിളയിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ വിചാരിച്ചിരുന്നത് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ ആസ്പെക്റ്റ് ആയിരുന്നു. കാരണം ഓർമ്മകൾ നഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നൊരു കൺവിക്ഷൻ ഉണ്ട്, അവരെക്കുറിച്ചുള്ളൊരു കൺവിക്ഷൻ ഉണ്ട്, തെറ്റിപ്പോവില്ല എന്നുള്ള. ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും അതിനിടയിൽ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, അവരുടെ ഒരു വ്യക്തിത്വത്തെ, അവരുടെ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കാൻ നോക്കുന്ന ഒരാളാണ് അതിനകത്ത് ശാന്തികൃഷ്ണ ചെയ്ത മാലതി എന്ന് പറയുന്ന കഥാപാത്രം. ഈ കാണാപ്പുറത്തിരിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ നിള എന്ന് പറയുന്നത്, നമ്മൾ കാണിക്കുന്നില്ല. കാണാപ്പുറത്ത് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം. അപ്പോൾ അത് അവർക്കറിയില്ല, അവരുടെ കരിയറിൽ മുഴുവൻ കണ്ടിട്ടുള്ള വ്യത്യസ്തമായ അനുഭവം, ഓരോ ഇൻസിഡൻസിന്റെ ഒരു എക്കോ ആണോ എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല, പോലും അറിയില്ല. അതെ, അത് റിയൽ ആണോ എന്ന് ഉള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ്. പക്ഷേ എന്നാൽ അവർ ഷീ സ്റ്റിൽ ട്രൈങ് ടു ഹെൽപ്പ് ഹർ. ആൻഡ് ഈ ചോദിച്ച ചോദ്യത്തിനും ഈ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ കാലത്തും ഡൊമസ്റ്റിക് വയലൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. കേരളത്തിൽ മാത്രമല്ല, ഞാൻ പറയുന്ന ലോകത്ത് മുഴുവനും ഇത്തരത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നുണ്ട്, അബ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനുണ്ട്, പ്രത്യേകിച്ച് ഒരു യങ് വുമൺ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു 40 വയസ്സുള്ളൊരു സ്ത്രീക്ക് പ്രോബബ്ലി അവർക്ക് ഒരു തിരിച്ചറിവുണ്ടായിരിക്കാം. പക്ഷേ ഒരു 19 വയസ്സ് വെച്ചാൽ വളരെ ചെറിയ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് ഇത് ശരിക്കും സ്നേഹമാണോ? കാരണം നമ്മളെയൊക്കെ, എനിക്ക് തോന്നുന്നു, ഈ പ്രോബ്ലി എൻ്റെ ജനറേഷനും ആൻഡ് മേ ബി ദി ജനറേഷൻ ആഫ്റ്റർ മീ ഒക്കെ ഈ തല്ലി വളർത്തുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും നമുക്ക് ഇപ്പോഴാണ് പണിഷ്മെൻറ്റ് ഇല്ലീഗലാവുന്നത്. പക്ഷേ തല്ലി വളർത്തുക, അപ്പം ടീച്ചർ തല്ലുന്നത് സ്നേഹം കൊണ്ടാണ്, നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ തല്ലുന്നത്. ഇല്ലെങ്കിൽ പേരൻസ് തല്ലുന്നത് അവർക്ക് സ്നേഹം കൊണ്ട്. അപ്പോൾ ഈ അബ്യൂസ് എന്ന് പറയുന്ന വാക്ക് ഭയങ്കര കൺഫ്യൂസിങ് ഒരു ഏരിയയാണ്. തല്ലുന്നത് സ്നേഹം കൊണ്ടാണോ, ഇല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഒരു ആസ് എ ഇൻഡിവിജ്വൽ ഈ ഇങ്ങനെ സബ്ജക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് അബ്യൂസാണോ, ഇത് സ്നേഹമാണോ എന്ന്. കാരണം അമ്മ തല്ലുമ്പോൾ അത് സ്നേഹമാണ്, ഇല്ലെങ്കിൽ ടീച്ചർ തല്ലുമ്പോൾ ഇത് സ്നേഹമാണ്, അപ്പോൾ ഇതും സ്നേഹമായിരിക്കത്തില്ലേ. അപ്പോൾ ആ ഒരു ഏരിയ ഓഫ് കൺഫ്യൂഷൻ ഡെഫിനറ്റ്ലി ഒരു യങ് വുമൺ എന്നുള്ള രീതിയിൽ അവർക്ക് ഉണ്ടാവും. ആൻഡ് വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് സച്ച് കേസസ്. ഇപ്പോൾ ആനി ശിവ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസർ, അവരുടെ ഒരു കേസും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏർലി ഏജിൽ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത് ഒരു സിവിയർ അബ്യൂസിൻ്റെ വിക്റ്റിമായിട്ടും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ മോനെ വളർത്തുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്ത്രീയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ഒരു ആദ്യത്തെ ഒരു ടീനേജിൻ്റെ ഒരു ഇൻഫാക്ച്വേഷനിൽ പറ്റുന്നൊരു മിസ്റ്റേക്ക്. പിന്നെ അവിടെ ഈ ഒരു കൺഫ്യൂഷൻ അല്ലേ വരുന്നത്, സ്നേഹമാണോ, വാട്ട് ഈസ് അബ്യൂസ്, സ്നേഹത്തിൻ്റെ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് എനിക്കതൊരു പ്രീച്ചി ആയിട്ട് പറയാനും തോന്നിയില്ല. സോ അതുകൊണ്ടാണ് വളരെ സട്ടിലായിട്ട് അതെങ്ങനെയാണ് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റുന്നത് എന്ന് ശാന്തികൃഷ്ണ ചോദിക്കുമ്പോൾ അത് എൻ്റെയും ഒരു ചോദ്യം തന്നെയാണ്. അത് എങ്ങനെയാണ് ഇപ്പം എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും ഇത് ആ ശാന്തികൃഷ്ണ ചെയ്ത കഥാപാത്രത്തിന്റെ ഒരു അനുഭവം കൂടെ ആയിട്ടാണോ കാണിച്ചത്? എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നി. കാരണം ഇവർ കാണാത്തൊരു ക്യാരക്ടറല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ അനുഭവത്തെ തന്നെ എതിർക്കാനുള്ള ഇവരുടെ ഒരു ആഗ്രഹമില്ലേ, അതായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ഹാലൂസിനേഷൻ ആയിട്ട് അവർക്ക് വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല അത് അവർ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ അവരുടെ ലൈഫിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു വളരെ പോസിറ്റീവായിട്ട് തന്നെ അങ്ങനെ ഒരു ഓർമ്മയിലേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട്. അത് വിജുവൽ സാറിൻ്റെ ഒരു BGM-ഉം അതനുസരിച്ചൊരു റെട്രോ ഫീല് കൊടുക്കുന്ന ഒരു മ്യൂസിക്കും അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിന് കുറേ ലിറിക്സ് ഉണ്ടല്ലോ, ആ സ്ഥലത്തൊക്കെ പലയിടത്തും ലിറിക്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ലിറിക്സ് ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെയായിരുന്നു. സ്വന്തമായിട്ട് എഴുതിയതാണ്. അത് കൊള്ളാം കേട്ടോ, വിജുവാലേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളറിയാതെ തന്നെ മ്യൂസിക് അടിക്കുന്നില്ലല്ലോ, അടിക്കാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒഴുകി പോകുമ്പോൾ നമുക്കത് റീവാച്ച് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അതിൻ്റെ സൗന്ദര്യം. കാരണം നമ്മളത് ഇങ്ങനെ കേട്ടു പോകുന്ന അറിയാതെ കഥയിൽ നമ്മൾ ലയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അതർ സൈഡ് പറയേണ്ടതുണ്ട്. ഈ സിനിമ എടുക്കാൻ പോയപ്പോഴാണ് ഇപ്പോൾ സ്ത്രീപക്ഷ സിനിമകളും സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമൊക്കെ ചെയ്യുന്ന ആ സംവിധാനം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്ന എതിരായിട്ടുള്ളൊരു വിമർശനമാണ്
ഇന്ദു പറഞ്ഞത് ശരിക്കും KSFDC പൊതുവായിട്ടുള്ളൊരു വിമർശനമാണോ അതൊരു വ്യക്തിപരമായി ഷാജി കരുണിനെതിരെ പറഞ്ഞതാണോ ശരിക്കും? ഒന്ന്, അക്കാഡമിയും KSFDCയും രണ്ട് ബോഡിയാണ്. അക്കാഡമി ഈ പറഞ്ഞ പോലെ നിളയുടെ സമയത്താണെങ്കിലും അക്കാഡമിയുമായിട്ട് ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ അവിടുത്തെ ഒരു എനർജി വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പം അക്കാഡമിയുമായിട്ടൊരു കൺഫ്യൂഷനേ ഉണ്ടായിരുന്നില്ല. KSFDC എന്ന് പറയുന്ന ഒരു ബോഡി ആണ് നമ്മുടെ എല്ലാ സിനിമകളുടെയും പ്രൊഡ്യൂസറായിരുന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് ആ വർഷം 4 സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 സിനിമകളെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് KSFDC ആയിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ആ സ്ഥാപനം നടത്തിക്കുന്നത് ആരാണോ, ഹൂഎവർ ഇസ് ഇൻ ചാർജ് ഓഫ് ഇറ്റ്, ഡെഫിനറ്റ്ലി ആ വ്യക്തിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആ സ്ഥാപനത്തിലെ പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും. ഞാനത് പറയുമ്പോൾ അതുല്യ എന്ന് പറഞ്ഞിട്ട് KSFDCയിൽ ഉണ്ടായിരുന്നൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി റിസൈൻ ചെയ്തതിന് ശേഷം കോൺട്രാക്ട് സ്റ്റാഫായിരുന്നു. അവർ നമ്മുടെ പല മീറ്റിങ്ങിലും നമ്മുടെ മിനിറ്റ്സ് എഴുതാൻ ആയിട്ട് അതുല്യ ഉണ്ടായിരുന്നു. അവർ എഴുതിയിരുന്നത് ഒരു ട്രൂ കോപ്പിയിൽ വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഒരു സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പിനെ എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ എന്തോ ഗ്രൂപ്പ് ടീം എന്നായിരുന്നു അതിനെ ഒഫീഷ്യലി വിളിച്ചിരുന്ന പേര്. അതിനെ അവിടെയുള്ള കുറച്ച് ആണുങ്ങൾ അതിനെ വിളിച്ചിരുന്ന പേര് സ്പെഷ്യൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് എന്നാണ്. ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ അത്തരത്തിലുള്ള ഒരു ലേബൽ, ഒരു സ്ത്രീകളെ ഓപ്പൺലി അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കാൻ മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് അവർ പറഞ്ഞിരുന്നത് അവർ പരാതിപ്പെട്ടിട്ട് ഇതിനെ ചിരിച്ച് കളയുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ത്രീകളോടുള്ളൊരു സമീപനം അവിടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവത്തിലും മറ്റ് സ്ത്രീകളുടെ അനുഭവത്തിലും വളരെ KSFDC എന്ന സ്ഥാപനത്തിലെ ചില ആളുകൾ അപ്പോൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വന്നിരുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഫിലിം ഓഫീസർ ഉൾപ്പെടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം ഇവരിൽ നിന്ന് നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആസ് എ സീനിയർ ഫിലിം മേക്കർ ആൻഡ് സിനിമറ്റോഗ്രാഫർ നമ്മൾ എന്താ വിചാരിക്കുക, ചെയർമാൻ ഇത് മനസ്സിലാക്കും, സെൻസിറ്റീവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നുള്ളൊരു ബോധ്യത്തിൽ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരിക്കലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് ഞാൻ അവിടെയുള്ള സ്റ്റാഫുകളുടെ പല അനുഭവങ്ങൾ വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഇത് അവരുടെ ഒരു ജനറൽ ആറ്റിറ്റ്യൂഡാണ്, പെർസ്പെക്റ്റീവ് അങ്ങനെയാണ്. അവരുടെ ഉള്ളിൽ അതാണ് ശരിയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ എല്ലാവരിലും അത് റിഫ്ലക്റ്റഡ് ആവുന്നത്. മറ്റൊരു സ്റ്റാഫും വളരെ സീനിയർ ആയിട്ടുള്ളൊരു ലേഡി സ്റ്റാഫാണ്. അവർ ഇമ്മൻസ് ഹറാസ്മെൻ്റ് ആയിരുന്നു ഇദ്ദേഹത്തിൽ നിന്നും. അങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കേസ് യു ക്യാൻ ക്രോസ് ചെക്ക് ദാറ്റ്. കാരണം അത്തരത്തിൽ ഉള്ള ഒരു അബ്യൂസ് അവിടെ ഉണ്ട്, മെൻ്റൽ ഹറാസ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഒരു ട്രൂത്താണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് അവിടെ വേറൊരാൾ, ഇപ്പോൾ ഒരു നല്ലൊരു പെർസ്പെക്റ്റീവ് ഉള്ള ഒരാൾ അവിടെ അമരത്ത് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ടെൻഡൻസികൾ ഇല്ലാതാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ദു, ശരിക്കും ഒരേ സമയം 2 സമരങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, സിനിമയ്ക്കുള്ളിൽ നമ്മൾ നടത്തേണ്ട ചില സമരങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നത്. പക്ഷേ ആ സിനിമ എടുക്കാൻ വേണ്ടി സമീപിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ട സംവിധാനങ്ങൾക്ക് എതിരെയും സമരം ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ. ശരിക്കുള്ള സമരം ഇതാണെന്ന് തോന്നുന്നല്ലേ, ഈ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള സമരം? അത് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ആക്ച്വലി സിനിമ ചെയ്യാനാണ് ഈ ഒരു സ്പേസിലേക്ക് വന്നിട്ടുള്ളത്. എന്നെയും ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമയാണ്, സമരമല്ല. കാരണം എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ അങ്ങനെ ഒരു റവല്യൂഷണറി ആയിട്ട് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്ത സ്പേസിലും ഒന്നും അത്തരത്തിലുള്ളൊരു വിവേചനങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചത് ഗേൾസ് ഒൺലി സ്കൂളിലാണ്, ഹോളി ഏഞ്ചൽസ് ISC സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു വിവേചനം ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ വി വർ എംപവേർഡ് ബിക്കോസ് അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് വീട്ടിലാണെങ്കിലും ഞാനും എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവിടെയും എനിക്ക് അങ്ങനെ ഒരു ഹൈറാർക്കി വ്യത്യാസമൊന്നുമില്ല. ഫാമിലിയിലാണെങ്കിലും ഒരു പക്ഷേ ചെയ്യുന്ന ആ സമയം വരെയും എനിക്ക് അങ്ങനെ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരു വിവേചനമൊന്നും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഹാപ്പൻഡ് ഇസ് ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയായിരുന്നു നിളയുടെ ഒരു പദ്ധതി. വനിതാ സിനിമ എന്ന് പറയുന്ന പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. പക്ഷെ അത്തരം ഒരു പദ്ധതിയിൽ ആണ് ഇങ്ങനൊരു വിവേചനം വന്നതെന്നുള്ളത് വലിയ തോതിലൊരു ഐറോണിക്കലായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ ഒരു യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. അവിടെ ആദ്യം കൺഫ്യൂഷനായിരുന്നു, ലൈക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു അനുഭവമാണ്.
എന്താണ് എന്നുള്ള ഒരു എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു ഏകദേശം ഒരു 1.5 വർഷത്തെ ഒരു നിശബ്ദതയുണ്ടായിരുന്നു. കാരണം അതും കഴിഞ്ഞിട്ട് ഒരു വിധത്തിലും ഇത് നേരെ ചൊവ്വേ പോയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പിന്നീട് മന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് നമ്മൾ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിന് എഴുതി, കൾച്ചറൽ മിനിസ്റ്ററിനും എഴുതി അത്തരത്തിൽ അത് പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്നിട്ടും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ദാറ്റ് തിങ്സ് വിൽ ബി ഓക്കെ എന്നുള്ളത്. അതും അവിടെയും ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നു. 2 ഗവൺമെൻറ് ഓർഡേഴ്സ് നിളയുടെ റിലീസിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ തവണ റിലീസ് ചെയ്യണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നപ്പോൾ അതിനെയും എതിർത്തിട്ട് ഒരു സില്ലി റീസൺ പറഞ്ഞിട്ട് അവിടുന്ന് ചെയർമാൻ തിരിച്ച് കത്തെഴുതി. പക്ഷേ ഞാനും അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, കാരണം ഇതൊക്കെ വളരെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പം തിരിച്ച് ഞാനൊരു മറുപടി കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ എഴുതി. അത് കോമൺ സെൻസിന് വളരെ ബോധ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് രണ്ടാമതും ഒരു ഓർഡർ എഴുതി ഇറങ്ങിയിട്ട് നിള റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ KSFDCയുടെ ഭാഗത്തു നിന്നും അത് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓഗസ്റ്റ് 4 ആയിരുന്നു. സിനിമ എടുക്കൽ മാത്രമാണ്, സിനിമ നിർമ്മിക്കൽ മാത്രമാണ് ചെയ്യുന്നത്, റിലീസിങ് അവരുടെ പദ്ധതി അല്ല എന്നുള്ളത് മിനി IG-യോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്നോട് അത്തരത്തിലുള്ളൊരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല. ഇത് ഡിലേ ചെയ്യുകയാണ് ചെയ്തത്. സിനിമയിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരുടെ ക്രെഡിറ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. അത് ആക്ച്വലി സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, അവർ പലരും റെമ്യൂണറേഷൻ ഇല്ലാതെ വർക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ അവരോടുള്ളൊരു അനീതിയാണ്. കാരണം ചെയ്യാത്തൊരു ജോലിക്ക് ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് എല്ലാ കാലവും അതവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് കിടക്കും. അപ്പോൾ അത് ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അത് മന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് എഴുതുകയും അവിടെ നിന്നൊരു റെസൊല്യൂഷൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാർക്കറ്റിംഗ് ടൈമാണ് അവർ കില്ല് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജൂലൈ 20th ഞാനത് മീഡിയയോട് സംസാരിച്ചത്. ബിക്കോസ് എനിക്ക് ഹാർഡ്ലി ഒരു 10 days കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മീഡിയയോട് സംസാരിച്ചത് ജൂലൈ 20th. ഐ വാസ് ഫോഴ്സ്ഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനൊരു യുദ്ധം ഞാൻ പ്രതീക്ഷിച്ചൊരു യുദ്ധമോ, ബിക്കോസ് നമ്മൾ കഴിയുന്നതും ഇത് ഇൻറ്റേർണലി അത് സോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പരമാവധി എല്ലാവരും ശ്രമിച്ചിരുന്നു. ഞാൻ മാത്രമല്ല, ഇതിനെക്കുറിച്ച് സംസാരിച്ച മറ്റെല്ലാവരും അവർക്കൊരു നിശബ്ദമായ ഒരു നീണ്ട ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. അതിൽ പ്രയോജനമുണ്ടാവില്ല എന്ന് ബോധ്യം വന്നതോടുകൂടിയാണ് ഇത് പുറത്തേക്ക് സംസാരിക്കണം, ബിക്കോസ് ഇറ്റ്സ് എ ഗവൺമെൻറ് ഫണ്ട്, ഇതൊരു പബ്ലിക് മണിയാണ് എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉള്ളത് കൊണ്ടാണ് അത് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്. അവാർഡ് കിട്ടിയപ്പോൾ അതിനെ അങ്ങനെ കാണാനും ശ്രമിച്ചു ഇന്ദു, അതൊരു വിജയമായിട്ടും അല്ലെങ്കിൽ അതൊരു സന്തോഷമായിരുന്നു. കാരണം നമുക്ക് ആക്ച്വലി ഒരു തോറ്റു കൊടുക്കാൻ തോന്നാതിരുന്ന ഒരു മനസ്സുണ്ടല്ലോ. കാരണം ആ സമയം പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്നെ ചെയ്യിക്കില്ല എന്ന് ഷാജിയൻ കരുണിനെ പോലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള വളരെ നെറ്റ്വർക്ക് ഉള്ള ഒരാളാണ് അദ്ദേഹം പറയുകയാണ്. അത് എന്നോട് മാത്രമല്ല, പ്രഗത്ഭരായിട്ടുള്ള മറ്റ് പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, ഇന്ദുവിനെ ഇവിടെ ഒരു സിനിമ ചെയ്യാൻ ഇനി ഞാൻ സമ്മതിക്കില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് അത് കേട്ടിട്ട് തിരിച്ച് പുറകോട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല. അവിടെ എനിക്ക് അടുത്ത സിനിമ ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ ആ ഒരു തീരുമാനം വിത്ത് മിനിമൽ സപ്പോർട്ട്, ഡെഫിനറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു സപ്പോർട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മുന്നോട്ട് പോകാനുണ്ടായിരുന്ന ഒരു ആത്മധൈര്യം അത് സത്യമായിരുന്നു, അത് തെറ്റല്ലായിരുന്നു എന്നുള്ള ഒരു കൺഫർമേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് ശരിയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമായിരുന്നു. അപ്പുറത്തിന് കിട്ടിയ ഒരു റെസ്പോൺസും അവാർഡും ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു അടിവരയിടുന്നൊരു കാര്യം തന്നെയായിരുന്നു. തെറ്റിപ്പോയില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. വൈഡർ ഓഡിയൻസിനെ പ്രതീക്ഷിക്കുന്ന സിനിമകൾ എപ്പോഴാണ് എന്തു ചെയ്യുക? അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പരിമിതമായിട്ടുള്ളൊരു സ്പേസിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കഥ എന്നുള്ള രീതിയിലാണ് നമ്മൾ 2 സിനിമയും ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളത് ബിഗർ ക്യാൻവാസിലുള്ള മൂവി തന്നെയാണ്. പക്ഷെ അത് മേ ബി ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം, വി നെവർ നോ. ആൻഡ് സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് അതൊരു ഒഴുക്ക് പോലെയാണ്. അതിനകത്തൊരു അൺസീൻ എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു എനർജി നമ്മളെ നയിച്ചോളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും ആക്ടേഴ്സിൻ്റെ ഡേറ്റ് എടുക്കുമ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും മറ്റൊരു എനർജി ഉണ്ട് അവിടെ. ഒരു മാജിക് ഹാപ്പൻ ചെയ്യാനായിട്ട് ഒരു ഫോഴ്സ് ഉണ്ട് അവിടെ. ആ ഒരു എനർജി ഉണ്ടെങ്കിലേ അത് സിനിമയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്നെപ്പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു സിനിമ തീർക്കാൻ പറ്റിയെങ്കിൽ
അത്തരത്തിലുള്ളൊരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സിനിമ എന്ന് പറയുന്നത് സത്യമുള്ളൊരു മാധ്യമമാണ്. അവിടെ നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ അതെന്തായാലും അത് പാഴായി പോവില്ല എന്നുള്ളത്. അപ്പം ഞാനത് പൂർണ്ണമായും എൻ്റെ ഹൃദയം അതിലേക്ക് സമർപ്പിച്ച ഒരാൾ തന്നെയാണ്. അപ്പോൾ അത് പാഴായി പോവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ലീഡിങ് മീ. ഈ ജർമ്മനിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എന്നിട്ടും മലയാളത്തിൽ ഇങ്ങനെ വടിവൊത്ത രീതിയിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ജർമ്മനിയിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഫാമിലി അവിടെയാണ്. എഴുത്തും വായനയൊക്കെ തുടങ്ങുന്ന മലയാളത്തിൽ നിന്നാണ്. ഞാനത് ഏത് ഭാഷ സംസാരിക്കുമ്പോഴും അത് വൃത്തിയായി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഷയോടുള്ളൊരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ട്. പക്ഷെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെറുക്കി കറക്റ്റായിട്ട് വെച്ച് പോകണം എന്ന് ഭയങ്കര ശാഠ്യമുള്ളത് പോലെ ലൂസാക്കുന്നില്ല. ഞാൻ പിന്നെ ഹിന്ദു അങ്ങനെ തന്നെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ബുദ്ധിജീവി വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചതാണ് കേട്ടോ. ഹിന്ദു ലൈറ്റർ വേർഷൻ സംസാരിച്ചിരുന്നെങ്കിൽ ഹെവി ആയിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഞാനിങ്ങനെ ലൈറ്റായിട്ട് സംസാരിക്കുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ തന്നെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് നോർമലി ഇപ്പൊ സംസാരിക്കുമ്പോൾ. കാരണം കൺഫ്യൂഷൻ ഉണ്ടാവരുതല്ലോ, സംസാരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതിപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ചാലും മലയാളത്തിൽ സംസാരിച്ചാലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വ്യക്തതയോടെ പറയുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ഒടുവിൽ ഈ ബുദ്ധിജീവി ചിരിച്ചു കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബുദ്ധിജീവി അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഒരിക്കലും ഇല്ല, ഡെഫിനറ്റ്ലി നോട്ട്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. കൃത്യത കുറച്ച് കൂടിപ്പോയി, എന്റെ ചോദ്യത്തിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ടായെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ രണ്ട് സിനിമകളും സ്ത്രീപക്ഷ സിനിമകൾ തന്നെയാണ്. സ്ത്രീ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ വിട്ടുപോയ, ഇല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ, പുരുഷൻ അതിനെ അടിച്ചമർത്തിയിട്ടുള്ള, ഇല്ലെങ്കിൽ ആ സാഹചര്യത്തിലൊക്കെ കെട്ടുപാടുകളിൽ പെട്ടുപോയ ആൾക്കാർ അത് പൊട്ടിച്ചെറിയാൻ കഴിയാതെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും അതിനെക്കുറിച്ചുള്ള കുറേ വിഹുലതകളൊക്കെയാണ് ഞാൻ രണ്ട് സിനിമകളും ചെയ്തതാണ്. ഇങ്ങനെയല്ലേ ഹിന്ദു പറയുന്നത്? ഹിന്ദുവിന്റെ ഭാഷയിൽ അല്ല, ഞാനതൊരു സ്ത്രീപക്ഷ സിനിമയായിട്ട് കണ്ടിട്ടില്ല. നിളയാണെങ്കിലും നിളയിൽ ഇപ്പോൾ ശാന്തികൃഷ്ണയുടെ റോള് ഏതൊരു മെയിൽ ആക്ടർ ചെയ്താലും അവിടെ ആ കഥ മാറുന്നില്ല, അവിടെ ഇമോഷൻ ഒട്ടും മാറുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീപക്ഷമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എത്രയോ ആണുങ്ങൾ വളരെ ജെൻഡർ സെൻസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആണുങ്ങളുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നൊരു പ്രോബ്ലി ഒരു മൈനോറിറ്റി ആയിരിക്കാം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അല്ലാതെ ഞാൻ ഇടപെടുന്ന മെജോറിറ്റി ആൾക്കാർക്കും ആ ഒരു സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവിടെ നിളയിൽ ശാന്തി മാമിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഒരു സീനിയർ ആക്ടർ ചെയ്തിരുന്നെങ്കിലും, മെയിൽ ആക്ടർ ചെയ്തിരുന്നെങ്കിലും അവിടെ എൻ്റെ കഥ മാറുന്നില്ല, അതിൻ്റെ വൈകാരികത ഒട്ടും മാറുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുള്ളൂ. ഇവിടെ അപ്പുറത്തിൽ വരുമ്പോഴും ജഗദീഷ് സാറ് ചെയ്ത കഥാപാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറിനെ തന്നെ അവിടെ ഇൻ സ്പൈറ്റ് ഓഫ് ദ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം എനിക്ക് ആ പോയിന്റ്, ആ ഒരു പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ മാത്രമല്ല, എനിക്ക് അവിടെ ഒരു പുരുഷൻ്റെ ബാലൻസും, പിന്നെ ഈ അപ്പുറത്തിൽ തന്നെ സെക്കൻഡ് ഹാഫിലുള്ള ചില കഥാപാത്രങ്ങൾ ചിലർ കൺഫ്യൂസ്ഡ് ആണ്. അവർ രണ്ട് വശവും പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് വേണുവിനോട് ചോദിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു മിസ്റ്റിക് എലിമെൻ്റ് ഉണ്ട്, അൺസീൻ എലിമെൻ്റ് ഉണ്ട്, കാണാൻ മറയത്ത് നിൽക്കുന്ന ആത്മാക്കളുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ ആണ് ശരിക്കും അവരുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ദേ ഹാവ് ദാറ്റ് എംപതി ഉണ്ട്, എംപതി ഇല്ലാതെ അവർ ചെയ്യുന്നതല്ല. അപ്പം സ്ത്രീപക്ഷമായിട്ടല്ല, എനിക്ക് തോന്നുന്നു ഒരു സൊസൈറ്റിയുടെ തന്നെ ഒരു എലിമെൻ്റാണ്, എലിമെൻ്റ് ഓഫ് ഡോമിനേഷൻ ഉണ്ടല്ലോ. ഒരു ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ ചെയ്യുന്ന പ്രോസസ്സിലും അത്തരത്തിലുള്ളൊരു ഡോമിനേഷൻ ആയിരുന്നു നമുക്ക് പ്രശ്നമായിരുന്നത്. അവിടെ നമ്മുടെ നിളയുടെ വർഷം 4 സിനിമകൾ എന്ന് പറയുമ്പോൾ 2 സ്ത്രീ സംവിധായകരും 2 പേര് പുരുഷന്മാരുമാണ്. SC/ST വിഭാഗത്തിൽ നിന്നുള്ള 2 സംവിധായകരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അവരോട് സ്ത്രീ എന്നുള്ള വിവേചനം അല്ലല്ലോ, അവിടെ അവരെ മാർജിനലൈസ്ഡ് ആണ്, തിരിച്ചു പറയില്ല എന്നൊക്കെ ഉള്ളൊരു കൺവിക്ഷൻ വെച്ചിട്ട് അതിൻ്റെ ഒരു പവർ പൊളിറ്റിക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു സ്ത്രീ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലല്ല ഞാൻ എഴുതുന്ന കാര്യങ്ങളിലും അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു എലിമെൻറ്റ് വെച്ചിട്ടല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ആ ഇമേജുകളുണ്ടല്ലോ, ബ്ലഡ് ഒഴുകി വരുന്ന ഇമേജ്, അതൊരു പക്ഷേ ഒരു മെയിൽ ഡയറക്ടറിന് അല്ലെങ്കിൽ ഒരു മെയിൽ റൈറ്ററിന് അത് സുപരിചിതമായിട്ടുള്ളൊരു കാര്യമായിരിക്കത്തില്ല. പക്ഷേ ഫോർ മീ ഇറ്റ്സ് എ റിയാലിറ്റി. അതിലൊരു
എക്സാജറേഷൻ ഇല്ല, ബിക്കോസ് ഇറ്റ്സ് എ റിയാലിറ്റി. ഇത് എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഇമേജ് എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആണ് എനിക്ക്. അപ്പോൾ അതിലെനിക്ക് ആ ഒരു പേഴ്സ്പെക്റ്റീവ് ബീങ് എ വുമൺ ചിലപ്പം എൻ്റെ കഥാപാത്രങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ആ വൾണറബിലിറ്റി ഓഫ് മെന്നും എനിക്ക് മനസ്സിലാക്കാം. കാരണം എനിക്കൊരു മകനാണുള്ളത്. എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ആണുങ്ങൾ പ്രശ്നക്കാരാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ജർമ്മനിയിലായിരിക്കുകയാണ്. നമ്മൾ ഫാമിലിയായിട്ട് ജർമ്മനിയിലാണ്. ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1 മന്തായി. അവിടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ആ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പുറം സ്ക്രീൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ ഹസ്ബൻഡും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ് എൻ്റെ ലൈഫിലുള്ളത്. അപ്പോൾ ഒരിക്കലും എനിക്ക് ആണുങ്ങൾ പ്രശ്നക്കാരാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ എഴുതുന്നതിലും അത്തരത്തിലൊരു സ്ത്രീ പക്ഷം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഇപ്പോൾ എൻ്റെ ടീമിലാണെങ്കിലും ഞാനല്ലാതെ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും ആണുങ്ങൾ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ എന്നൊരു സ്ത്രീയായിട്ട് അവരാരും കണ്ടിട്ടില്ല. അവിടെ നമ്മുടെ വർക്ക് മാത്രമാണ് നടക്കുന്നത്. സോ ദാറ്റ് വേ എനിക്ക് സ്ത്രീപക്ഷം എന്നുള്ളതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. അപ്പോൾ പവർ പൊളിറ്റിക്സ് പോയി തൊലയട്ടെ, അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പിന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിച്ചതാണ്. അത് ആ ആസ്പെക്റ്റിലല്ല ഞാനതിനെ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്.